ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും നമ്മുടെ പുതിയൊരു വീഡിയോട്ട് സ്വാഗതം. അപ്പൊ നമ്മളോട് ഫിഷിംഗ് വീഡിയോ വേണമെന്ന് പറഞ്ഞിട്ടുണ്ടായി. ഫിഷിംഗ് വീഡിയോ ആയിട്ട് വന്നിരിക്കുകയാണ്. അപ്പൊ ഇന്ന് നമ്മുടെ കൂട്ടുകാരൻ റമീസിനായിട്ടാണ് മീൻ പിടിക്കാൻ പോണത്. അപ്പൊ ഇന്ന് മീൻ കിട്ടോ കിട്ടില്ലെന്നൊന്നും അറിയില്ല, പക്ഷെ മീൻ കിട്ടിയ നമ്മ പൊരിച്ചടിക്കും. അപ്പൊ എല്ലാവരും ലൈക്ക് ചെയ്യുക, ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പൊ നമുക്ക് നേരെ വീഡിയോ ഇട്ട് പോവാം. അപ്പം നമ്മളിതാ നമ്മുടെ ചൂണ്ടിടുന്ന സ്പോട്ടിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ്. നമ്മുടെ കൂട്ടുകാരൻ റമീസിൻ്റെ വീടിൻ്റെ തൊട്ടപ്പുറത്തെ കുളത്തിലാണ് നമ്മൾ ചൂണ്ടാൻ പോണ് കേട്ടാ. ഈ കുളം നല്ല ഭംഗിയുണ്ടല്ലേ. അങ്ങനെ കുറച്ചു നേരം സൈക്കിളൊക്കെ ചൂട്ടിതാ നമ്മുടെ ചൂണ്ടറ സ്പോട്ട് എത്തിയിട്ടാ. ഈ കാണുന്ന കുളത്തിലാണ് നമ്മ ചൂണ്ടാൻ പോണ് കേട്ടാ. അപ്പൊ ഞാനിവിടുത്തെ സ്ഥലങ്ങൾ എടുക്കുന്നതിന്റെ ഇടയിൽ അവനക്ക് ഇതാ ഫസ്റ്റത്തെ മീൻ കിട്ടിയിട്ടാ. അപ്പൊ അത് നമുക്ക് വേഗം പോയി എടുത്തിട്ട് വരാം. അപ്പൊ ഇതാണ് നമ്മുടെ ആദ്യത്തെ മീന്. കുഴപ്പമൊന്നുമില്ല, ഇത്തിരി വലിപ്പമൊക്കെ ഉണ്ട്. അപ്പൊ ഇതിന് ഞങ്ങളുടെ നാട്ടിൽ കരിപ്പിടി എന്നാണ് പറയാ. നിങ്ങളുടെ നാട്ടിൽ എന്തുട്ടാ പറയുന്നത് താഴെ കമന്റ് ചെയ്യട്ടാ. പിന്നെ നമ്മ ഈ കാണുന്ന കമ്പൗണ്ട് ഉണ്ടാ ചൂണ്ടിടുന്നത്. പിന്നെ ഇതിന് തീറ്റയായിട്ട് ഉപയോഗിക്കുന്നത് ഈ ഒരു ഐറ്റാണ്. പെട്ടെന്ന് കാണുമ്പോൾ ആരും തെറ്റായിരിക്കണ്ട, ഇത് ചെക്കൻ കുറെ മസാല ഒക്കെ ചേർത്ത് ഉണ്ടാക്കിയിട്ടുള്ള കേട്ടാ. അങ്ങനെ നമ്മുടെ റമീസിന് അടുത്ത മീനും കിട്ടി. ചെക്കൻ്റെ പെടപെടാന്ന് പറഞ്ഞ മീൻ പിടിച്ചോണ്ടിരിക്കട്ടാ. അപ്പൊ ഇതാണ് നമ്മുടെ രണ്ടാമത്തെ മീനും കരിപ്പിടി തന്നെ ഉണ്ടാ. അപ്പൊ സുഹൃത്തുക്കളെ, നമുക്കിതാ വീണ്ടും ഒരു മീനും കൂടി കിട്ടി. ഇതും കരിപ്പിടി തന്നെയാണ്. അപ്പൊ ഇതിനെ പിടിച്ച് നമുക്ക് ആ പാട്ടേക്ക് ഇടാട്ടാ. കലക്കണല്ല. അങ്ങനെ അവൻ അടുത്ത മീൻ പിടിക്കാൻ വേണ്ടി അവിടെ നിൽക്കുന്നുണ്ട് കേട്ടാ. അപ്പം മീൻ കിട്ടുമെന്ന പ്രതീക്ഷയിൽ ഞാൻ വീഡിയോ എടുക്കുന്നു. കിട്ടി. അവൻ അടുത്ത മീനും കിട്ടിയിട്ട്. അവനവിടെ ചൂണ്ടിടല് തുടർന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ആ സമയത്ത് നമുക്ക് വെറുതെ ഒന്ന് കാസ്റ്റ് ചെയ്ത് നോക്കാം. ഇതിന്ന് കിട്ടാനൊന്നും സാധ്യതയില്ല, വെറുതെ ഒന്ന് കാസ്റ്റ് ചെയ്യാം. അപ്പോൾ ഇതാണ് നമ്മുടെ ആദ്യത്തെ തവളക്കുട്ടൻ. ഒരെണ്ണം കൂടി ഉണ്ട്. ഇതാണ് രണ്ടാമത്തെ തവളക്കുട്ടൻ. അങ്ങനെ ഞങ്ങൾ രണ്ടുപേരും വെറുതെ ഇതിനൊന്ന് കാസ്റ്റ് ചെയ്ത് നോക്കി. ആദ്യം ഞാൻ കുറച്ച് നേരം ഇട്ട് നോക്കി, പിന്നെ അത് കഴിഞ്ഞിട്ട് നമ്മുടെ ചെക്കനും ഇട്ട് നോക്കിയിട്ടാ. അപ്പൊ ഫ്രണ്ട്സ്, നമ്മുടെ ചൂണ്ടടൽ അവസാനിപ്പിച്ചു. ഇനി നമ്മുടെ മീനെ പൊരിച്ചടിക്കാൻ പോകണ്ട. മിച്ചർ കഴിച്ചു തുടങ്ങാം ബാക്കി പരിപാടി. അങ്ങനെ നമ്മുടെ മീനിന്റെ ക്ലീനിങ് പരിപാടിയൊക്കെ കഴിഞ്ഞ് നമ്മ മീൻ പൊരിക്കാൻ പോവാണ്. അപ്പൊ മീൻ പൊരിക്കുന്നത് മറ്റാരുമല്ല, നമ്മുടെ റമീസ് തന്നെ ഉണ്ടാ. അപ്പൊ അതിനാവശ്യമുള്ള ഉപ്പും മുളകും മഞ്ഞൾപ്പൊടിയും ഒക്കെ ചേർത്ത് നമ്മ പരിപാടി തുടങ്ങാട്ടാ. മസാല ഇടലും പരിപാടിയൊക്കെ കഴിഞ്ഞു. ഇനി ഇതിന്റെ മേത്ത് തേച്ചങ്ങോട്ട് പിടിപ്പിക്കുക. അപ്പൊ നമ്മുടെ മീൻ പൊരിക്കൽ പരിപാടി കഴിഞ്ഞു. ഇനി നമ്മുടെ ഫുഡ് കഴിച്ചു നോക്കാൻ പോവാണ്. അപ്പൊ നമ്മുടെ ഐറ്റം കഴിച്ചു നോക്കി. സംഭവം സൂപ്പർ ആയിരുന്നു കേട്ടാ. അപ്പൊ വീഡിയോ എല്ലാവരും ലൈക്ക് ചെയ്യുക, ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. അടുത്ത വീഡിയോ കാണാം. എല്ലാ ഫ്രണ്ട്സിനും ബൈ.